കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിവസത്തിൻ്റെ ആശംസ നേർന്നുകൊള്ളുന്നു. ഒപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ മോർണിംഗ് മന്നയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സംസാരത്തിന്റെ താലന്തിനെ നന്നായി ഉപയോഗിക്കുക. സംസാരത്തിന്റെ താലന്തിനെ നന്നായി ഉപയോഗിക്കുക. നൽകിയിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 45:2. സങ്കീർത്തനങ്ങൾ 45:2 ഇപ്രകാരം വായിക്കുന്നു: നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. നാം താലന്തുകളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും സംസാരിക്കുവാനുള്ള താലന്തിനെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കുവാൻ തക്കൊണ്ട് പോകുക. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓറൽ, അല്ലെങ്കിൽ നമ്മൾ സംസാരത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പലർക്കും സംസാരശേഷി ഇല്ലാത്തവരുണ്ട്. അവരൊക്കെയും എന്നാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരവരുടേതായ ഭാഷകളിലൂടെ, ആംഗ്യ ഭാഷകളിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർക്ക് ലഭിച്ചിരിക്കുന്ന അനുസരിച്ച് അവർ സംസാരിക്കുന്നു. അത് ഗ്രഹിക്കുവാനുള്ളവർക്ക് അത് മനസ്സിലാക്കുവാൻ തക്കം സാധിക്കും. എന്നാൽ നമുക്കെല്ലാം നൽകിയിട്ടുണ്ട്. കൈകാലുകൾ, വിരലുകൾ, സംസാരശേഷി, കേൾവി ശക്തി, കാഴ്ചശക്തി എല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ അതൊക്കെ നാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. പലരും പല വ്യത്യസ്ത സംസാരത്തിലൂടെയാണ് ആശയവിനിമയം നടത്തുന്നത്. നമ്മൾ കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്സ് എടുത്തു നോക്കിയാലും രാജ്യത്തായാലും അവർക്കെല്ലാം സംസാരിക്കുവാൻ തക്കവണ്ണം ഭാഷകൾ ഉണ്ടായിരിക്കും. ആ ഭാഷകളിൽ, അവരുടെ മാതൃഭാഷകളിൽ അവർ സംസാരിക്കും. എന്നിരുന്നാലും ഇപ്പോൾ കേരളത്തിൽ തന്നെ മലയാളമാണ് സംസാരിക്കുന്നത്. ആ മലയാളം സംസാരിക്കുമ്പോൾ തന്നെ 14 ജില്ലകളിലുള്ളവർ വ്യത്യസ്ത തലത്തിലാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഓരോ ജില്ലയിലും ഉള്ള സംസാര രീതി വ്യത്യസ്തമായിരിക്കും. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ തക്ക സാധിക്കും അത് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി ഏത് ജില്ലയിലുള്ള വ്യക്തിയാണ് എന്നുള്ളത്. അതുപോലെ നമ്മുടെ സംസാര രീതി എങ്ങനെയുള്ളതായിരിക്കണം? നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കണം എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ലെറ്റ് യുവർ സ്പീച്ച് ബി ഓൾവേസ് വിത്ത് ഗ്രേസ്. കൃപയോട് കൂടിയുള്ളതായിരിക്കണം എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് നാവ് തന്നിട്ടുണ്ട്. ആ നാവ് കൊണ്ട് തന്നെ നാം ദൈവത്തെ സ്തുതിക്കുകയും ആ നാവ് കൊണ്ട് തന്നെ നാം മറ്റുള്ളവരെ ശപിക്കുകയും ചെയ്യുന്നു എന്ന് യാക്കോബിന്റെ ലേഖനം പറയുന്നു. നാം നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കുക. നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു വരം അല്ലെങ്കിൽ താലന്താണ് സംസാരശേഷി. അത് ദൈവത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കാൻ തക്കണം ശ്രമിക്കുക. നമ്മൾ ഒരു പാസ്റ്റർ ആണെങ്കിൽ, ഒരു സുവിശേഷ വേലക്കാരനാണെങ്കിൽ, ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ വേണ്ടി നമ്മൾ നമ്മുടെ സംസാര ശേഷിയെ ഉപയോഗിക്കുക. അതും നല്ല രീതിയിലൂടെ നമ്മൾ സംസാരിക്കുക, വ്യക്തമായ രീതിയിൽ സംസാരിക്കുക. അവർക്ക് കേൾക്കുമ്പോൾ ഇമ്പമുള്ളതായി തീരുവാൻ തക്കണം നമ്മൾ സംസാരിക്കുക. സ്നേഹത്തോടെ നമ്മൾ സംസാരിക്കാൻ തക്കണം ശ്രമിക്കുക. നിങ്ങളുടെ വാക്ക് എപ്പോഴും ഓൾവേസ് കൃപയോട് കൂടിയുള്ളതായിരിക്കണം, ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കും. നമ്മളൊരു കറി ഉണ്ടാക്കുമ്പോൾ, എന്തെങ്കിലും ഒരു പാചകം ചെയ്യുമ്പോൾ അതിന് ഉപ്പ് ഇട്ടില്ലെങ്കിൽ അത്രയും നേരം ഉണ്ടാക്കിയതെല്ലാം വ്യർത്ഥമായി പോകും. അതുപോലെ ഉപ്പാണ് രുചി വരുത്തുന്നത്. നല്ല മാധുര്യമുള്ള സ്വരം, സംസാര രീതി വരുന്നതെങ്കിൽ നമ്മുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയുള്ളതായിരിക്കണം എന്ന് തിരുവചനം പറയുന്നു. അതുപോലെ പലരും സംസാരിക്കുന്നത് പലർക്കും കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന ഒരവസ്ഥ തോന്നും. സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 12-ാം അധ്യായം 18-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 12:18. വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവർ ഉണ്ട്, ജ്ഞാനികളുടെ നാവോ സുഖപ്രദം. കേട്ടോ, വാളുകൊണ്ട് കുത്തും പോലെ സംസാരിക്കുന്നവരുണ്ട്. ഇല്ലേ, നമ്മൾ പലരും അത് അനുഭവിച്ചവരായിരിക്കും, പലരും അതുപോലെ സംസാരിക്കുന്നവരായിരിക്കും. എന്നാൽ ജ്ഞാനികളുടെ നാവ്
സുഖപ്രദം, ഹെൽത്തി, സുഖപ്രദമായിരിക്കും. അവർ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നല്ല ഒരു എന്തെന്നില്ലാത്തൊരു സന്തോഷം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകും. നമ്മൾ അങ്ങനെ ദൈവവചനം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനായിട്ട് സംസാരിക്കാം. നമ്മുടെ സംസാരശേഷി നമുക്ക് നൽകിയിരിക്കുന്നത് വല്ലതൊക്കെ വിളിച്ചു പറയാനുള്ളതല്ല, അതിനുവേണ്ടിയല്ല. എല്ലാം ദൈവനാമ മഹത്വീകരണത്തിനായി തീരുവാൻ, ദൈവത്തെ ഉയർത്തുവാൻ, ക്രിസ്തുവിനെ ഉയർത്തുവാൻ നമ്മൾ അതൊക്കെയും ഉപയോഗിക്കാം. നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകളൊക്കെയും ക്രിസ്തുവിനെ ഉയർത്തുന്ന സ്ഥലത്ത് ഉയർത്തുവാൻ കഴിയുന്ന രീതിയിൽ എപ്പോഴൊക്കെ അവസരമുണ്ടോ അപ്പോഴൊക്കെയും നമ്മൾ ക്രിസ്തുവിനെ ഉയർത്തുവാനായിട്ട് ശ്രമിക്കുക. വീണ്ടും മത്തായിയുടെ സുവിശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗം, 12-ാം അധ്യായം 36-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നും നമുക്കറിയാം, അല്ലെ? എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ആ ജഡ്ജ്മെന്റ് ഡേയിൽ നമുക്കെന്താണ്? കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ സംസാരം ദൈവനാമ മഹത്വീകരണത്തിനായി തീരുവാൻ, ക്രിസ്തുവിനെ ഉയർത്തുവാനായിട്ട് നാം ഒരുങ്ങുക. നമ്മുടെ പരസ്യ ശുശ്രൂഷയിലായി കൂടിയും, നമ്മുടെ വീട്ടിലാണെങ്കിൽ കൂടിയും, അതുപോലെ നമ്മുടെ സഭകളിൽ നാം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോഴൊക്കെയും, ദൈവവചനം എടുത്ത് ഉപയോഗിക്കുമ്പോഴൊക്കെയും ലാവണ്യമുള്ള വാക്കുകൾ ഉപയോഗിക്കുവാൻ, മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഇമ്പമായി തീരുവാൻ തക്കണം കൃപയോട് കൂടിയുള്ളതായിരിക്കുവാനായിട്ട് നാം ശ്രമിക്കുക. പലരും പ്രസംഗിക്കുമ്പോൾ പലരെയും ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കും. വചനത്തിൽ നിന്നും അവരെ കുത്തി സംസാരിക്കുന്ന പോലെ പലർക്കും ഫീൽ ചെയ്യും. നമ്മൾ സ്നേഹത്തോടെ സംസാരിക്കുക. കർത്താവ് നമ്മെ അതെങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്? ശത്രുവിനെ സ്നേഹിക്കുവാൻ വേണ്ടി, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ സന്തോഷകരമായ രീതിയിൽ സംസാരിക്കുക, സ്ഫുടതയോടെ സംസാരിക്കുക, സുഖപ്രദമായ ശബ്ദത്തോടു കൂടി സംസാരിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നതായ ഒരു ഭാഗം ക്രൈസ്റ്റ് ഒബ്ജക്റ്റ് ലെസൺസ് എന്നുള്ളതായ പുസ്തകത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കോട്ട് ഇപ്രകാരമാണ്: തളർന്നിരിക്കുന്നവനെ വാക്ക് കൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മറ്റുള്ളവരെ താങ്ങുന്നതിന് വേണ്ടി നാം അവരെ നല്ല രീതിയിൽ ഇടപെടുക. നമ്മുടെ സംസാര രീതി അതിനായിട്ട് ഉപയോഗിക്കുക. കർത്താവിനെ ഉയർത്തുവാൻ അതിനായിട്ട് ഉപയോഗിക്കാൻ ദയയും വിനയും സഭ്യതയുമുള്ള വാക്കുകളിൽ വേണം നാം ഓരോരുത്തരും സംസാരിക്കുവാൻ വേണ്ടി. സൗമ്യമായ രീതിയിൽ നമ്മൾ സംസാരിക്കുക. ദേഷ്യപ്പെടാതെ നമ്മൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയും നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ വേണ്ടിയാണ്. അതിൽ നാം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നാവ് എന്നുള്ള അവയവം വെച്ച് നാം സംസാരിക്കുന്നു. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മുഷിച്ചിൽ തോന്നുന്ന രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉടനെ ഇത് ഓഫ് ചെയ്ത് പോകും, അല്ലെങ്കിൽ കാണുവാൻ തക്കണം നിങ്ങൾക്ക് കഴിയില്ല. പക്ഷെ നമ്മൾ സ്നേഹത്തോടെ സംസാരിക്കുന്നുവെങ്കിൽ, ക്രിസ്തു എങ്ങനെയാണോ പെരുമാറിയത്, നമ്മൾ ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യുക. കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ നമ്മൾ മനസ്സിലാക്കുക. എല്ലാവരോടും സൗമ്യമായി ഇടപഴകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ് കാണുവാനായിട്ട് സാധിക്കും. ആ ഒരു മനോഭാവം തന്നെ നമ്മളിലും ഉണ്ടാകുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ആപ്തവാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു ദിവസത്തിന്റെ പുലരി കണ്ടുണരുവാൻ സഹായിച്ചല്ലോ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച നല്ല ചിന്തയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അടിയങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന താലന്ത്, ഈ സംസാര രീതി, അടിയങ്ങളുടെ വാക്കിലും നോട്ടത്തിലുമൊക്കെയും മറ്റുള്ളവർക്ക് നന്മയായി തീരുവാൻ, മറ്റുള്ളവർക്ക് സുഖപ്രദമായി തീരുവാൻ തക്കണം സഹായിക്കും. അടിയങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കും ഉപ്പിനായി രുചി വരുത്തിയതായി കൃപയോടുകൂടിയുള്ളതുമായി തീരുവാൻ സഹായിക്കും. അടിയങ്ങളെ മനസ്സിലാക്കി അടിയങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കിനും ന്യായവിധി സമയത്ത് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കർത്താവെ, അതിന് ഇടയാകാതെ അടിയങ്ങളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുമാറാകണമേ. അടിയങ്ങളെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെയും മറ്റുള്ളവരുടെ നന്മയ്ക്കായി തീരുവാൻ, മറ്റുള്ളവർക്ക് കർത്താവെ അത് അനുഗ്രഹമായി തീരുവാൻ തക്കണം സഹായിക്കാം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ടുത്തരം അരുളണമേ. സ്വർഗസ്ഥ നല്ല പിതാവേ, ആമേൻ.
ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ആമേൻ.